Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാരും വോട്ടൊക്കെ ചെയ്തോ ഇന്നലെ? ഞങ്ങളുടെ ഇവിടെ നാളെയാ മാം. നാളെയാണല്ലേ? ചെയ്തു മാഡം. ചെയ്തോ? ചെയ്തു. ഭൂരിഭാഗം പേരും ചെയ്തു അല്ലേ? ഓക്കെ. ചെയ്തിട്ടില്ല. Ma'am ചെയ്തോ? ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അത് ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? Central Sterile Supply Department. CSSD ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? സരിത ഇല്ലേ? 2 ക്ലാസ് ആയിട്ട് സരിതനെ കാണുന്നില്ലല്ലോ. സരിത അല്ല, ഹരിത. ഹരിത. സോറി, ഹരിത ഇല്ല. ഹരിത കഴിഞ്ഞ ക്ലാസ്സിലും ലീവായിരുന്നു, ഇന്ന് ലീവാ. ലീവാണ് അല്ലെ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തത് എന്താ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് CSSD എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ്, ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സുകള് നമ്മുടെ ഈ CSSD ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് കൊണ്ടുവരുന്നത്. അത് ക്ലീൻ ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്തിട്ടാണ് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അണുമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, അതുപോലെ തന്നെ അതിന്റെ ഡിസൈൻ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതിന്റെ ഫ്ലോ പോകുന്നത് യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. ഒരു സിംഗിൾ ഡയറക്ഷണൽ ഫ്ലോയിലാണ് അത് പോകുന്നത്. ഡയഗ്രമാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 3 സോണുകളാണ് ഉള്ളത്. ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റെറൈൽ സോൺ ഉണ്ട്, അതുപോലെ തന്നെ സോയിൽഡ് സോൺ ഉണ്ട്. സോയിൽഡ് സോണിലാണ് മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട് ക്ലീൻ സോണിലേക്ക് കൊണ്ടുപോകുന്നു. അത് ക്ലീൻ ആക്കിയിട്ട് ഇനി സ്റ്റെറൈൽ സോണിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ക്ലീൻ ആക്കിയ എക്യുപ്മെന്റ്സ് സ്റ്റെറൈൽ സോണിലോട്ട് കൊണ്ടുപോകുന്നു. അത് അവിടെ വെച്ച് അണുവിമുക്തമാക്കിയിട്ട് അതാണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അതിന്റെ വർക്ക് ഫ്ലോ ആണ് നമുക്ക് പറയേണ്ടത് അല്ലെ? ഓക്കെ, വർക്ക് ഫ്ലോ നോക്കിയേ. അതിന്റെ ഒരു ഇതിന്റെ ഷേപ്പ് കണ്ടോ? ഇങ്ങനെയാ പോകുന്നത് കേട്ടോ. അതിന്റെ ഫ്ലോ പോകുന്നത് ഇങ്ങനെയാണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. കുറച്ചധികം നമുക്കിത് നോക്കാനുണ്ട്. വർക്ക് ഫ്ലോ ഓഫ് CSSD. ഫസ്റ്റ് വൺ എന്താ? റെസീപ്റ്റ് അല്ലെ? എന്താണ്? ഐറ്റംസുകള് റിസീവ് ചെയ്യുന്നു. അതാണ് റെസീപ്റ്റ് എന്ന് പറഞ്ഞാല്. ഐറ്റംസുകൾ അല്ലെ? മലിനമായിട്ടുള്ള ഐറ്റംസുകൾ, ഓരോ ഇൻസ്ട്രുമെന്റ്സുകളും CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിൻസിങ്. റിൻസിങ് എന്താ? റിൻസിങ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? റിൻസിങ് എന്ന് പറഞ്ഞാല് വാഷ് ചെയ്യുക കേട്ടോ. വാഷ് ചെയ്തു. എന്ത് ചെയ്യുന്നുണ്ട്? അത് ക്ലീൻ. പിന്നീട് വാഷ് ചെയ്തതിനു ശേഷം ക്ലീനിങ് അല്ലെ? എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ബ്ലഡിന്റെ കറകളോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? ചെറുതും വലുതുമായിട്ടുള്ള ബ്രഷുകള്, ഡിറ്റർജന്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓരോ മുക്കും മൂലയും വൃത്തിയാക്കുകയാണ് ക്ലീനിങ് പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇനി അതിനുശേഷം എന്താ? ഡ്രൈയിങ് അല്ലെ? ഡ്രൈയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കുക. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ചെക്കിംഗ് ആൻഡ് ട്രേഡ് സാമ്പിളിംഗ്. എന്താണ്? ഈ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നിരിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ് അതൊക്കെ നോക്കിയിട്ട് ട്രേയില് അസംബിൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഏതൊക്കെ ഐറ്റംസുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് നോക്കിയിട്ട് ട്രേയില് അസംബിൾ ചെയ്ത് വെക്കുന്നു. ഇനി എന്താ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്? സ്റ്റെറിലൈസേഷൻ അല്ലെ? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. അതിനുശേഷം ലേബലിംഗ്. എന്താണ് ലേബലിംഗ് എന്ന് പറഞ്ഞാല്? എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കുന്നത്
ആ ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസം വരെ നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, എത്ര തൊട്ട് എത്ര വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്നാണ് അത് സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡേറ്റും അതിനകത്ത് ലേബൽ ഒട്ടിച്ച് വെക്കും അല്ലെ. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ബാഗ് അതുപോലെ തന്നെ കുട ബുക്കിലൊക്കെ നമ്മൾ ലേബൽ ഒട്ടിച്ച് വെക്കാറുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ്, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ആ കുട്ടിയുടെ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇതിനകത്തും നമ്മൾ ലേബൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. എത്ര വരെ ദിവസം വരെ നമുക്കത് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡേറ്റും അതിനകത്ത് നമ്മൾ ലേബൽ ഒട്ടിച്ച് വെക്കുന്നു. പിന്നെ എന്താ, സ്റ്റോറേജ്, അത് സ്റ്റോർ ചെയ്യുന്നു. ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇത്തരം കാര്യങ്ങളാണ് ഈ വർക്ക് ഫ്ലോയിൽ പറയുന്നത്. റെസിപ്റ്റ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്, സ്റ്റെറിലൈസേഷൻ, ലേബലിംഗ്, സ്റ്റോറേജ്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ആണ് ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാല് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്, അദ്ദേഹത്തിന്റെ സെക്കൻഡ് വണ്ണായിട്ട് നിൽക്കുന്നത് ആരാണ്. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനോഗ്രാം ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. CSD ഇൻചാർജ് ഉണ്ട്. ഏറ്റവും ഫസ്റ്റ് പൊസിഷനിലുള്ളത് CSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ ആണ് കേട്ടോ, മാനേജർ എന്നും പറയുന്നത്. ഇനി അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നത് ആരാണ്, CSD ടെക്നീഷ്യൻ ആണ്. ഇനി എന്താ, അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നത് CSD അസിസ്റ്റന്റ് ആണ്. ഇനി അസിസ്റ്റൻസിന് കീഴിൽ പ്രവർത്തിക്കുന്നത് ക്ലർക്ക് ആണ്. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ലർക്ക് ആണ്. അതുപോലെ തന്നെ സ്റ്റോർ കീപ്പേഴ്സ്. ഇനി എന്താ, അവർക്ക് കീഴിൽ വരുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇങ്ങനെയാണ് അതിന്റെ ഓർഗാനോഗ്രാം പോകുന്നത്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാട്ടോ. ഓർഗാനോഗ്രാം ചോദിക്കാറുണ്ട്. ഇൻചാർജ് ഓർ മാനേജർ ആണ്. അതിന്റെ കീഴിൽ വരുന്നത് ടെക്നീഷ്യൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നത് അസിസ്റ്റന്റ്, അവർക്ക് കീഴിൽ വരുന്നത് ക്ലർക്ക്, സ്റ്റോർ കീപ്പർ. ഇനി അവർക്ക് കീഴിൽ വരുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. രണ്ട് ഫ്ലോ ചാർട്ട് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓർഗാനോഗ്രാമും വർക്ക് ഫ്ലോയും കൃത്യമായിട്ട് വായിച്ചു വെക്കാം.
നെക്സ്റ്റ് നോക്കാം. ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ് അതിന്റെ പ്രോസസ് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓരോ ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസീവിംഗ് ഏരിയ. ഐറ്റംസ് നമ്മൾ റിസീവ് ചെയ്യുന്നു, ക്ലീനിങ് ഏരിയയിലോട്ട് കൊണ്ടുപോകുന്നു, പിന്നീട് പാക്കിംഗ് ഏരിയയിലോട്ട്, സ്റ്റെറിലൈസേഷൻ ഏരിയയിലോട്ട് കൊണ്ടുപോകുന്നു, സ്റ്റോറേജ് ഏരിയയിലോട്ട്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഓർഡറിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഫങ്ഷണൽ ഏരിയാസ് എത്ര എണ്ണം വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്താൽ 6 എണ്ണം ഉണ്ട്. അത് ഫസ്റ്റ് ഫങ്ഷണൽ ഏരിയയുടെ ഫസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസീവിംഗ് ഏരിയ ആണ്. സെക്കൻഡ് ഏരിയ ഏതാണ്, തേർഡ് ഏരിയ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോ ഫങ്ഷണൽ ഏരിയയുടെ ഫസ്റ്റ് വരുന്നത് റിസീവിംഗ് ഏരിയ ആണ്. ആ റിസീവിംഗ് ഏരിയയിൽ കൂടെ എന്താണ് ഒരു പ്രത്യേക കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിലൂടെയാണ് ഐറ്റംസുകൾ റിസീവ് ചെയ്തെടുക്കുന്നത്. ഇനി ക്ലീൻ ചെയ്ത് നമ്മള് എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ, നിമിത്തമാക്കിയിട്ട്. അത് ഏത് ഏരിയയിൽ കൂടെ ആയിരിക്കും? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ കൂടെ ആയിരിക്കും. റിസീവിംഗ് ഏരിയയിൽ കൂടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കില്ല. ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ ഒരു പ്രത്യേക കൗണ്ടർ ഉണ്ടാവും, അതിൽ കൂടിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത് 6 എണ്ണമാണ് ഉള്ളത്. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഓക്കെ, ഇനി ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസീവിംഗ് ഏരിയ ആണ്. എന്താണ്? ഓർഡർ വീഡിയോ കാണാമെന്നാ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് റിസീവിംഗ് ഏരിയ നോക്കാൻ പോകുന്നു. റിസീവിംഗ് ഏരിയ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. The item used from several departments of the hospital are transferred to CSSD for cleaning and sterilization. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിസീവിംഗ് ഏരിയ അല്ലെ, റിസീവിംഗ് ഏരിയയിലേക്ക് ഐറ്റംസ് കൊണ്ടുവന്നിട്ട് അല്ലെ, മറ്റു എന്താണ് ഓർഗനൈസേഷന്റെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകള് നമ്മൾ ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഏരിയയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ. Preferably, the items which get stained with the blood and or body fluid should be decontaminated with the sodium hypochlorite solution in the user department itself before sending to CSSD. ഇവിടെ പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് ഐറ്റംസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എടുക്കാം. ഓപ്പറേഷൻ തിയേറ്ററിലെ ഐറ്റംസുകൾ യൂസ് ചെയ്യുമ്പോൾ പേഷ്യൻസിന്റെ ബ്ലഡ് ഉണ്ടാവാം അതിനകത്ത്, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലും പറ്റിയിരിക്കുന്നുണ്ടാവാം അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ അവര് എന്താണ് അണുയുക്തമാക്കിയിട്ട് എന്ത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് അവിടെ വെച്ച് തന്നെ അവര് അണുയുക്തമാക്കിയിട്ടാണ് എവിടേക്ക് കൊണ്ടുപോകുന്നത്? CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. The area, accepted area of CSSD should have entry to outside through the window with a counter. അവിടെ എന്താ പറയുന്നത്? അവിടെ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസീവിംഗ് ഏരിയയിൽ ഒരു കൗണ്ടർ ഉണ്ടാവും അല്ലെ. ആ കൗണ്ടറിലൂടെയാണ് ഐറ്റംസുകൾ അകത്തേക്ക് നമ്മൾ കൊടുക്കുന്നത്. The item should be counted and received. റിസീവ് ചെയ്തതിനു ശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്? കൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോന്നും 1, 2, 3 അങ്ങനെ എണ്ണി നോക്കിയിട്ടാണ് അവർ റിസീവ് ചെയ്യുന്നത്. Subsequently, the instruments are examined and unsharpened instruments are stored out or disposed of. ഇവിടെ പറയുന്നത് എന്താ? ഈ ഐറ്റംസുകൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഉണ്ടാവാം. ഇപ്പൊ എന്താ കത്രികയൊക്കെ എടുത്തു വരുമ്പോ അതിന്റെ അറ്റം ചിലപ്പോ പൊട്ടിയിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വളർന്നു പോയിട്ടുണ്ടാവാം, പൊടിഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും പിന്നെ മൂർച്ചയില്ലാത്തതൊക്കെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡിസ്പോസൽ ചെയ്ത് കളയുന്നുണ്ട്. ബാക്കിയുള്ള നല്ല രീതിയിലുള്ള ഐറ്റംസ് ആണ് അവരെന്ത് ചെയ്യുന്നത്? കൗണ്ട് ചെയ്ത് റിസീവ് ചെയ്ത് ആ ഏരിയയിലേക്ക് എടുക്കുന്നത്. Necessary entries
of the accepted items are made in the record. ഇനി അവര് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഐറ്റംസിന്റെ ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ട് സൂക്ഷിക്കുന്നു. Afterwards, the items are transferred to cleaning area. ഇനി റെക്കോർഡ് ചെയ്തതിനു ശേഷം ഈ ഐറ്റംസുകൾ ഏതിലേക്ക് വിടുന്നുണ്ട്, ക്ലീനിങ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താണ് നമ്മള് ഈ റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ഐറ്റംസുകൾ കൊണ്ടുവന്നിട്ട് എന്താണ് റിസീവിംഗ് ഏരിയയിലോട്ട് നമ്മൾ കൊടുക്കുന്നു. ഇനി അവിടെ എന്താണ് നമ്മള് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ യൂസ് ചെയ്ത എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ സോഡിയം ഹൈപ്പോക്ലോറിക് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ആക്കിയിട്ട് ശേഷമാണ് ഈ റിസീവിംഗ് ഏരിയയിലോട്ട് ഐറ്റംസുകൾ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവര് വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക കൗണ്ടർ ഉണ്ട്, അതിൽ കൂടിയാണ് അവര് റിസീവ് ചെയ്യുന്നത്. റിസീവ് ചെയ്യുമ്പോൾ അവർ കൗണ്ട് ചെയ്യും. ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഡിസ്പോസൽ ചെയ്ത് കളയുന്നു. ബാക്കിയുള്ള ഐറ്റംസിന്റെ റെക്കോർഡുകൾ അവര് കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീനിങ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് എന്ത്, ക്ലീനിങ് ഏരിയ. Here the instruments are cleaned either manually or by using machines. നമുക്ക് രണ്ട് രീതിയിൽ ഐറ്റംസുകൾ ക്ലീൻ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ പറ്റും? മാനുവലി അല്ലെ, മാനുവലി നമുക്ക് കൈ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ആക്കാം. For manual washing with the water supply, detergents, brush of many size and shapes are needed in the area. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ മാനുവലി ആണെങ്കിൽ നമുക്ക് കൈകൾ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള വാട്ടർ വേണം അല്ലെ, ഡിറ്റർജന്റ് വേണം, ബ്രഷുകൾ അല്ലെ, ചെറുതും വലുതുമായിട്ടുള്ള, ചിലപ്പോ ഇതിന്റെ ഇടയിലൊക്കെ കയറിയിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ബ്രഷുകളും അവിടെ ആവശ്യമാണ്. അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ which is used for cleaning surgical tools. Underline ചെയ്ത് വെക്കാം. അൾട്രാസോണിക് വാഷർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനെ പറയുന്നത്. മാനുവലി നമ്മള് മെഷീൻ ഉപയോഗിച്ച് നമ്മള് ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു. എത്തരത്തിലുള്ള മെഷീനാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് വാഷർ ആണ് കേട്ടോ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ക്ലീനിങ് സർജിക്കൽ ടൂൾസ് അല്ലെ, സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്നത്. It turns high frequency sound waves into mechanical vibration that makes small bubbles that burst on the internal surfaces of the tools and remove the waste particles. ഇവിടെ പറയുന്നത് ഹൈ ഫ്രീക്വൻസി, ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ മെഷീനിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ പുറപ്പെടുവിക്കുന്നുണ്ട് ഈ മെഷീൻസ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ വൈബ്രേറ്റ് ആകുമ്പോൾ, ഇങ്ങനെ വൈബ്രേറ്റ് ആകുമ്പോൾ എന്താണ്? കുമിളകൾ വരും അല്ലെ, എന്താണ്? ബബിൾസ് വരാനായിട്ട് ഇടയാവും. അങ്ങനെ ബബിൾസ് വരുമ്പോ ഈ ബബിൾസുകൾ ഓരോ മെഷീന്റെയും ഇടയിൽ പോയിട്ട് ഇങ്ങനെ തട്ടും. അപ്പൊ വേസ്റ്റ് പാർട്ടിക്കിൾസ് അവിടെ ഇങ്ങനെ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ആ ബബിൾസ് ഇങ്ങനെ വന്ന് തട്ടുമ്പോ എന്താണ്? ആ വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെയാണ് മെഷീൻ ഉപയോഗിച്ചിട്ട് വേസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുന്നത്. എന്താ പറയുന്നത്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ പുറപ്പെടുവിക്കുമ്പോൾ മെഷീൻ വൈബ്രേറ്റ് ആകുന്നുണ്ട്. ആ വൈബ്രേറ്റില് ബബിൾസ് ഉണ്ടാകുന്നു. ബബിൾസ് ഇൻസ്ട്രുമെന്റ്സിന്റെ മുക്കും മൂലയിലും പോയി തട്ടി വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. ആഫ്റ്റർ ദി ടൂൾസ് ആർ വാഷ്ഡ്, ഇനി അത് ടൂൾസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. അതെന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ ഡ്രൈഡ് ഇൻ ദ ഓവൻ ഡ്രയർ. ഓവൻ ഡ്രയറിലിട്ട് ഉണക്കി അതിനുശേഷം ട്രാൻസ്ഫർ ടു പാക്കിംഗ് ഏരിയ, പാക്കിംഗ് ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ക്ലീനിങ് ഏരിയയിൽ നടക്കുന്നത്. ഓക്കെ, റിസീവിംഗ് ഏരിയ ആൻഡ് ക്ലീനിങ് ഏരിയ ആണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കറക്റ്റ് ആയിട്ട് ഓരോ ഏരിയാസ് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ,
രണ്ട് ഏരിയ ഓക്കെ അല്ലേ? റിസീവിംഗ് ഏരിയ ആൻഡ് ക്ലീനിങ് ഏരിയ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് പാക്കിംഗ് ഏരിയ. Cleaned and dried instruments are packed before sterilization so that they are not tainted while handling after they are sterilized. Most of the items are packed in tray, which are covered with a double layer of cotton cloth. Paper envelopes are also available. ഇവിടെ പറയുന്നത് എന്താണ്? ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. ഇനി സ്റ്റെറിലൈസേഷന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഐറ്റംസുകൾ ക്ലീൻ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഉണക്കിയ ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്യാം? പാക്ക് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പാക്ക് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷന് മുൻപ് ഐറ്റംസ് എന്തുകൊണ്ടായിരിക്കാം പാക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാവും ഐറ്റംസ് പാക്ക് ചെയ്യുന്നത്? പാക്ക് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കാം? സ്റ്റെറിലൈസേഷന് മുൻപ് ഐറ്റംസുകൾ പാക്ക് ചെയ്യണം എന്ന് പറയാനായിട്ടുള്ള കാരണം. ഇൻഫെക്ഷൻ ആവാതിരിക്കാനായിട്ടല്ലേ? ഇൻഫെക്ഷൻ ആവാതിരിക്കാനാണ് നമ്മള് ഇപ്പൊ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് അതിനുശേഷം ഐറ്റംസുകൾ നമ്മൾ കൈ കൊണ്ടെടുത്ത് പാക്ക് ചെയ്യുമ്പോൾ എന്താണ്? കയ്യിലെ അണുക്കള് ആ ഇൻസ്ട്രുമെന്റ്സിലാവോ അല്ലെ? ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അത് വീണ്ടും പേഷ്യൻസിന് യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത് ഐറ്റംസുകൾ പാക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാം? ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സ്റ്റീം സ്റ്റെറിലൈസേഷനും പിന്നെ ഗ്യാസ് സ്റ്റെറിലൈസേഷനും ഓട്ടോക്ലേവ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് നോക്കിയേ. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ എന്താണ്? കോട്ടൺ ക്ലോത്തും പേപ്പർ എൻവലപ്സും ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ലെയറിൽ കവർ ചെയ്തിട്ട് വേണം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അവിടെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് കൺസിസ്റ്റഡ് ആയിട്ടാണ്. അത് ഇപ്പൊ വായിച്ചാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പേപ്പർ എൻവലപ്സും കോട്ടൺ ക്ലോത്തും ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ലെയറിൽ കവർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന രീതിയാണ് അത് കേട്ടോ. കോട്ടൺ ക്ലോത്തും പേപ്പർ എൻവലപ്സും ഡബിൾ ലെയറിൽ കവർ ചെയ്തിട്ടാണ് ഐറ്റംസുകൾ കവർ ചെയ്തിട്ടാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം എന്താണ്? effective but costly plastic bag are used for ETO sterilization. ETO sterilization എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ നമ്മൾ പഠിക്കും. ETO എന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ETO എന്ന് പറഞ്ഞാൽ എഥിലിൻ ഓക്സൈഡ് മിഷൻ. ETO കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പോ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ വളരെ എന്താണ്? ഇഫക്റ്റീവ് ആണ്. പക്ഷെ എന്താണ്? വളരെ കോസ്റ്റ്ലി ആണ്. പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ടാണ് ഐറ്റംസ് കവർ ചെയ്തിട്ടാണ് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. വളരെ എഫക്റ്റീവ് ആണ്, പക്ഷെ എന്താണ്? വളരെ കോസ്റ്റ്ലിയുമാണ്. After packing and sealing, the instruments are transferred to sterilization. Okay, നമ്മൾ പാക്ക് ചെയ്തു, ലാബിലൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സീലിംഗ് ഒക്കെ ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ രണ്ട് രീതിയിലാണ് പാക്കിംഗ് ഏരിയയിൽ പറഞ്ഞത്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉണ്ട്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ കോട്ടൺ ക്ലോത്തുകളും പേപ്പർ എൻവലപ്സുകളും ഡബിൾ ലെയറിൽ കവർ ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ETO ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്ലാസ്റ്റിക് ബാഗുകളിൽ ഐറ്റംസുകൾ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ്. വളരെ ഇഫക്റ്റീവ് ആണ്, പക്ഷെ എന്താണ്? വളരെ കോസ്റ്റ്ലിയുമാണ് ഈ സ്റ്റെറിലൈസേഷൻ, ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റെറിലൈസേഷൻ ഏരിയ.
ഓക്കെ. സ്റ്റെറിലൈസേഷൻ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ആയിട്ടൊന്ന് ആക്കാം കേട്ടോ. സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ either of the two methods in CSSD. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് എന്താ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് അല്ലെ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാല്. ഓക്കെ. സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും എന്താണ്, ഭൂരിഭാഗവും ഐറ്റംസുകൾ സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് കേട്ടോ. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. കോസ്റ്റ്ലി ഒന്നുമില്ല, അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഭൂരിഭാഗം ഐറ്റംസും നമ്മൾ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. Steam under pressure is most affordable method of sterilization. Okay, autoclave produces steam at the temperature of 121 centigrade under 15 pounds of pressure. This is processed 20 minutes is needed to sterilize. ഇവിടെ പറയുന്നത് എന്താ? ഈ ഓട്ടോക്ലേവ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് എന്താണ്? മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. കോസ്റ്റ്ലി അല്ല. ഭൂരിഭാഗവും എല്ലാ ഐറ്റംസും ഇങ്ങനെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. അതെങ്ങനെയാ ചെയ്യുന്നത്? 121 ഡിഗ്രി സെന്റിഗ്രേഡില് ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് 15 pounds ഓഫ് പ്രഷർ കൊടുത്തുകൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷൻ പ്രോസസ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. സ്റ്റെറിലൈസേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആകുന്ന ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം. 121 സെന്റിഗ്രേഡില് ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് 15 pounds ഓഫ് പ്രഷർ. ഓക്കെ. പോൺസ് എന്ന് പറഞ്ഞാല് യൂണിറ്റ്സ് ഓഫ് മെഷറിംഗ് വെയിറ്റ്. ഓക്കെ, അതാണ് അവിടെ പോൺസ് എന്ന് പറയുന്നത് കേട്ടോ. യൂണിറ്റ്സ് ഓഫ് മെഷറിംഗ് വെയിറ്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രഷർ കൊടുത്തുകൊണ്ടും ആണ് ഈ പ്രോസസ് ചെയ്യുന്നത്. ഇതിന്റെ ആ പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് ആണ് എഥൈലീൻ ഓക്സൈഡ് മെഷീൻ, ETO. ചോദിക്കാറുണ്ട്. ഈ ETOന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാം. എഥൈലീൻ ഓക്സൈഡ് മെഷീൻ ആണ്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്നത്. This method is primarily used for heat responsive and moisture responsive materials like cardiac catheter, plastic items and endoscopy. അപ്പൊ ഇങ്ങനെ കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാസ്റ്റിക് ട്യൂബ് ആണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, ഇതൊക്കെ എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസുകൾ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാത്തത്? എന്തുകൊണ്ടായിരിക്കാം കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ സ്റ്റീം സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഉരുകിപ്പോവും അല്ലെ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉരുകോ അല്ലെ? അതുകൊണ്ടാണ് അത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാത്തത്. ഓക്കെ. It is a costly mission and uses poisonous gas, due to which it is necessary to make sure that these items are to be free of gas molecules before using items on a patient. And the entire cycle may take up to 8 to 12 hours. ഇവിടെ പറയുന്നത് നമ്മൾ പറയുമ്പോൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത് ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. കോസ്റ്റ്ലി മെഷീൻസ് ആണ്. പോയിസണസ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എന്താണ് ETO സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്ത് പേഷ്യൻസിന് ഈ ഐറ്റംസുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗ്യാസിന്റെ മോളിക്കുലേഴ്സ് ഇല്ല, ഒരംശം പോലും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് വേണം ആ ടൈമിൽ അത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. കെമിക്കൽ ഗ്യാസ് ആണ്, അതുകൊണ്ട് തന്നെ ആ ഐറ്റംസിലൊക്കെ ഗ്യാസിന്റെ ഒരു അംശം പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ആളുകൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ എന്താ അതിന്റെ
വർക്കിംഗ് ടൈം കഴിയുന്ന പ്രോസസിംഗ് ടൈം കഴിയുന്നത് എത്ര തൊട്ട് എത്ര വരെയാണ്? 8 to 12 hours ആണ്. അപ്പൊ എപ്പോഴും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ETO ആണോ ഓട്ടോക്ലേവ് ആണോ? ഏതാണ് പെട്ടെന്ന് സ്റ്റെറിലൈസേഷൻ കഴിയുന്നത്? 8 to 12 hours എടുക്കും അല്ലെ ഇത് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓട്ടോക്ലേവ് മെഷീൻ ആണ് ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എന്താ കോസ്റ്റ് കുറവായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസിന് നമ്മൾ കെമിക്കൽ ഗ്യാസ് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ എന്താണ് ഓട്ടോക്ലേവ്സ് യൂസ് ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് ഇത് ഫ്ലാഷ് സ്റ്റെറിലൈസർ. Flash sterilizer. This machine is largely used in OT for emergency purpose. Okay, underline ചെയ്തു വെക്കാം. എന്താണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞാല്? ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെ, OT എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്ററില് എമർജൻസി പർപ്പസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് ഇത് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. This is a special type of autoclave that has very short sterilization cycle, about 3-4 minutes, owing it to its ability to raise the temperature to 132 degrees centigrade. അപ്പൊ അതിന്റെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ ടൈം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ടൈമാണ് അല്ലെ, 3-4 minutes ആണ് എടുക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ. ഇപ്പോ എന്തെങ്കിലും ഒരു പേഷ്യന്റിന് നമ്മള് അപ്പൊ തന്നെ നമ്മള് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്പൊ തന്നെ ഇൻസ്ട്രുമെന്റ്സ് എടുക്കുകയാണെങ്കിൽ, യൂസ് ചെയ്യേണ്ടത് വരികയാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ വെച്ച് തന്നെ നമുക്ക് എന്താണ് അത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഈ ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉപയോഗിച്ചുകൊണ്ട് അതെങ്ങനെയാണ്? 132 ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ കൂട്ടിയിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് അപ്പൊ തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സഹായകമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഒരു പേഷ്യൻസിന് ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ് മറ്റൊരു പേഷ്യന്റിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് CSPയിലോട്ടൊക്കെ കൊണ്ടുപോയി അത് ക്ലീൻ ആക്കി സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോൾ ടൈം എടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ടൈമിൽ അത് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇത് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. 3 കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അതിന്റെ ഏജുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ടൊന്ന് നോക്കാം. പിക്ചേഴ്സുകളൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഒന്ന് പറയണോ അല്ലെ? ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഥിലീൻ ഓക്സൈഡ് ഓക്കെ, എഥിലീൻ ഓക്സൈഡ് മെഷീൻ ആണ് ETO എന്ന് പറഞ്ഞാല്. അത് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. കെമിക്കൽ ഗ്യാസുകൾ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അവിടെ കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇത് എന്താണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാത്തത് ഉരുകി പോകുന്ന കാരണമാണ്. പ്ലാസ്റ്റിക് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ETO സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇപ്പോ ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ എങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ, സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ പേഷ്യൻസിന് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ്? കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്.
ആ ഗ്യാസിന്റെ മോളിക്കുലേഴ്സിന്റെ ഒരു അംശം പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മള് പേഷ്യൻസിന് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് തന്നെ ഗ്യാസിന്റെ മോളിക്കുലേഴ്സ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പേഷ്യൻസിന് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയുന്നത്, അതിന്റെ ആ സർക്കിള് കഴിയുന്നത്, ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിയുന്നത് എങ്ങനെയാണ്, 8 to 12 hours വരെയാണ്. അപ്പൊ വളരെ നീണ്ട അവേഴ്സ് ആണ് അതിനെടുക്കുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓട്ടോക്ലേവിന്റെ തന്നെയാണ്. അത് 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിയുന്നുണ്ട്. ഇതിന്റെ അവേഴ്സ് എന്ന് പറയുന്നത് 8 to 12 hours ആണ്. ക്ലിയർ ആയോ?
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഓട്ടോക്ലേവ് എന്താണ്, ETO എന്താണ്, ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്താണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഓക്കെ, ഇനി ഒരു 2 ഏരിയ കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും പേർക്ക് എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏരിയ ആണ് സ്റ്റോറേജ് ഏരിയ. ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ the items are professionally stocked in a clean rack from where they are issued to the user department. അപ്പൊ എന്താണ് ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രൊവിഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികമായിട്ട് ഐറ്റംസുകൾ ക്ലീൻഡ് റാക്കിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO അണ്ടർലൈൻ ചെയ്തേ, ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് is the principle to follow in the replacement of sterile in cleaning demand of the department. അവിടെ പറയുന്നത് എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റോറേജ് ഏരിയയില് നമ്മള് ഒരു പ്രിൻസിപ്പിള് ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ചാപ്റ്ററിൽ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാല് ഏത് ഏരിയയിൽ നിന്നാണോ ഐറ്റംസ് ആദ്യം കൊണ്ടുവരുന്നത് ആ ഐറ്റംസ് ക്ലീൻ ആക്കി അണുവിമുക്തമാക്കിയിട്ട് ഫസ്റ്റ് ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എവിടെ നിന്നാണോ ആദ്യം കൊണ്ടുവരുന്നത്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നായിട്ടുണ്ടെങ്കിൽ അവിടേക്ക് തന്നെയാണ് അവർ ആദ്യം ക്ലീൻ ചെയ്ത് ആ ഇൻസ്ട്രുമെന്റ് കൊടുക്കുന്നത്. ഈ രണ്ടാമത് കൊണ്ടുവന്നിരിക്കുന്നത് എവിടെ നിന്നാണോ അത് രണ്ടാമത് കൊടുക്കുന്നു. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാല്. ആദ്യം എവിടെ നിന്ന് കൊണ്ടുവരുന്നു അത് ക്ലീൻ ചെയ്ത് അണുനശീകരണം വരുത്തി അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ സ്റ്റോറേജ് ഏരിയയില് ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് FIFO ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി നെക്സ്റ്റ് ആണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഇറ്റ് ഷുഡ് ബി away from the accepting area and must have the window with a counter. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? റിസീവിംഗ് ഏരിയ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ഉണ്ട്. റിസീവിംഗ് ഏരിയയില് ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിന് ഉള്ളിൽ കൂടിയാണ് കൊടുക്കുന്നത്, റിസീവ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലും എന്തുണ്ട്? ഒരു കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിലൂടെയാണ് എന്ത് ചെയ്ത് കൊടുക്കാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നോക്കിയേ, there may be a different lift elevators for shifting the sterile materials to user department. Sorry, modern hospital miss വായിച്ചില്ലേ? In modern hospital there may be a different lift for shifting the sterile material to user department. Modern specialty hospital, modern hospital ഒക്കെ ആകുമ്പോൾ എന്താണ് അവിടെ എന്താണ്? അണുനശീകരണം വരുത്തി ക്ലീൻ ചെയ്ത് അണുവിമുക്തമാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സുകള് പ്രത്യേക ലിഫ്റ്റുകൾ ഉണ്ടാവും. ആ ലിഫ്റ്റിലൂടെയാണ് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, മോഡേൺ അല്ലാത്ത ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? ഒരു പ്രത്യേക കൗണ്ടർ ഉണ്ടാവും, അതിൽ കൂടിയാണ് കൊടുക്കുക. ഓക്കെ, അതാണ് ഡിഫറൻസ് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ സ്റ്റോറേജ് ഏരിയയിൽ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആ പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, കൃത്യമായിട്ട് വായിച്ചു വെക്കാം. നോക്കി ഒന്ന് 2 ഏരിയാസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക കൗണ്ടർ ഉണ്ടാവും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയില്. ആ കൗണ്ടറിലൂടെയാണ് ഐറ്റംസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മോഡേൺ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോ
മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഐറ്റംസുകൾ ക്ലീൻ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ലിഫ്റ്റുകൾ ഉണ്ടാവും. ആ ലിഫ്റ്റിലൂടെയാണ് അവർ കൊടുക്കുക, കൊണ്ടുപോയിട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചാപ്റ്ററിൽ ഇത്ര വരെ എടുത്തതിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.